പ്രതീക്ഷിക്കുന്നത് ആര് ഭരിച്ചാലും അവർ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഭരിക്കേണ്ടത്. GDP കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് റിക്കവർ അതെങ്ങനെയാണ് അത് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ 100 രൂപ വരുമാനമുള്ള ഒരാളുടെ അടുത്ത് 250 രൂപ ചെലവഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഇരിക്കും. അവർക്ക് കേരളത്തിൽ വരുമാനം ഇല്ലാതെ നടക്കില്ല. മാറ്റങ്ങളാരപ്പോൾ നമ്മളെ ഈ കച്ചവടമൊക്കെ ബുദ്ധിമുട്ടാണ്, പോലീസുകാരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ മാറ്റം വരുന്നൊക്കെയാണ്. കാരണം LDF നന്നായിട്ട് എന്നല്ല, എന്നാലും UDF പൊതുവെ ഭരണത്തിൽ വന്നാൽ ഹർത്താൽ ഉണ്ടാവോ എന്നൊരു സംശയം കൂടുതലാവോ. ജനങ്ങളും ഗവൺമെന്റും തമ്മിലുള്ള ഗ്യാപ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങാം. മാറ്റങ്ങൾ എന്തെല്ലാം വരുത്താൻ കഴിയുമോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ മാറ്റങ്ങളും ഒരു വരുത്തിക്കോട്ടെ. അങ്ങനല്ലേ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുള്ളൂ. ജനങ്ങൾക്ക് ഉപകാരത്തിനാണല്ലോ ഒരു വന്നത്. അപ്പോൾ ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉപകാരപ്രദമാവും അത് ഒരു കണ്ടിട്ട് അതിനനുസരിച്ച് ചെയ്യാം, ഉപദ്രവിക്കരുത്. ഈ ഗവൺമെന്റ് വന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചോളം എല്ലാവർക്കും നല്ല പോലെ വാഗ്ദാനങ്ങൾ തന്നെ കണ്ടില്ല. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ, പിന്നെ 3000 രൂപ പെൻഷന്, അങ്ങനെയുള്ളതൊക്കെ UDF ഗവൺമെന്റ് നല്ലൊരു ഇതായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള INTCനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ചും കാരണം വെച്ചാൽ ഈ ഗവൺമെന്റ് നമുക്ക് എല്ലാവർക്കും ഒരു ഗുണമായിട്ടുള്ളതാണെന്നുള്ള അഭിപ്രായം. നല്ല രീതിയിൽ ജനകീയമായിട്ടുള്ളൊരു ഗവൺമെന്റിനെ ഒരു മാറ്റം ആഗ്രഹിച്ചിട്ട് ഈ മാറ്റം എന്ന് പറഞ്ഞാൽ നന്മയിലേക്ക് നമ്മളെല്ലാം ഏത് മാറ്റമാണെങ്കിലും അത് നന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മാറ്റമായിരിക്കണം. നന്മയിൽ നിന്ന് തിന്മയിലേക്കുള്ള മാറ്റം മനുഷ്യരാശിക്ക് ദോഷം ചെയ്യുന്നതാണ്. ആ ദോഷത്തിന്റെ ആദ്യപടിയാണ് ഇപ്പം കാണുന്നത്. അടി തുടങ്ങിയിട്ടില്ല, അടി തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. സ്കൂള് തുറക്കാൻ വേണ്ടി പോവാണ്, അധ്യാപകർക്കുള്ള പരിശീലനങ്ങൾ നൽകിയിട്ടില്ല. ട്രഷറി ഈ രീതി പോവുകയാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സ്തംഭിക്കും. ക്ഷേമ പെൻഷനൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അതുവരെ കൊടുത്താൽ നന്ന്. ഇപ്പം പോകുന്ന മാതിരി തന്നെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമാണ്. അത് പോയ പെൻഷനൊക്കെ തിരിച്ചു കിട്ടിയാൽ അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. നമ്മളെ മരുന്നുകളും കൊടുക്കും, പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അത് പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷൻ്റെ കാര്യവും ഇതൊക്കെ ഒന്ന് ക്ലിയറാക്കി തരണം. കാരണം അങ്ങക്ക് 2000 രൂപ അയാൾ ഭരിക്കുന്ന 2000 രൂപ കിട്ടലും അതും ഇപ്പോൾ കിട്ടാതായി. KSRTC സൗജന്യം നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അതിന് മറ്റുള്ള ബസ്സുകാർ സമ്മതിക്കാൻ തോന്നില്ല. ഓരോരു സമരമൊക്കെ ഉണ്ടാക്കും. എന്തായാലും എല്ലാ പെണ്ണുങ്ങളും KSRTC വരുന്നത് നോക്കിയിരിക്കും. ഞാനൊരു KSRTC യാത്രക്കാരിയാണ്. ഡെയിലി എനിക്ക് 100 രൂപ ഞാൻ KSRTC തന്നെ കൊടുക്കാറുണ്ട്. എൻ്റെ വീട് കുരാച്ചുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല അഭിപ്രായമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഒത്തിരി സന്തോഷമുള്ള കാര്യം. കാരണം തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്രയുള്ള അവസരം ഉണ്ടല്ലോ. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുവാണെങ്കിൽ ഒത്തിരി സന്തോഷം. ഉന്നയിച്ച വാഗ്ദാനങ്ങളൊക്കെ നല്ല വാഗ്ദാനങ്ങളാണ്, പക്ഷെ ഒന്ന് നമ്മളെ പ്രൈവറ്റ് ബസ്സുകാരെ മർമ്മത്തടിക്കുന്ന വാഗ്ദാനമായി പോയി. അത് വേണ്ടിയില്ലായിരുന്നു. അത് ചിലപ്പോ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ വാഗ്ദാനമായി വരും. ജാതി പോലുകളൊക്കെ ഇല്ലാതാക്കുക, അപ്പൊ നല്ല ഭരണം കാഴ്ചവെക്കുമ്പോൾ വീണ്ടും അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ളതാണ് നിർത്തിയില്ല. പ്രതീക്ഷിക്കുന്നത് ആര് ഭരിച്ചാലും അവർ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം ഭരിക്കേണ്ടത്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ആയാലും വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളായാലും കാർഷിക രംഗത്തായാലും എവിടെയായാലും നല്ല ഇത് കാഴ്ചവെച്ചാലാണ് അടുത്ത 5 വർഷത്തേക്ക് അവർക്ക് നന്നായി ഭരിക്കാൻ പറ്റുള്ളൂ. ജനങ്ങളും ഗവൺമെന്റും തമ്മിലുള്ള ഗ്യാപ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങാം. GDP കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് റിക്കവർ അതെങ്ങനെയാണ് അത് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ 100 രൂപ വരുമാനമുള്ള ഒരാളുടെ അടുത്ത് 250 രൂപ ചെലവഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഇരിക്കും. അവർക്ക് കേരളത്തിൽ വരുമാനം ഇല്ലാതെ നടക്കില്ല. ഈ NRIs മദ്യമൊക്കെ വളരെ പെർസെൻറ്റേജ് കുറവാണ്. പുറമെ പറയുന്നതല്ല, ഒരു 20% ഒക്കെയാണ് മദ്യത്തിൽ നിന്ന് കിട്ടും. 20% താഴെയുള്ളൂ. പക്ഷെ അല്ലാത്ത വരുമാനങ്ങൾ ഫാക്ടറിയിൽ നിന്നുള്ള നികുതി ഇതര വരുമാനം അതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭരണം തന്നെയാണ്. 102 സീറ്റ് വിജയിച്ചല്ലേ, അപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ആ വിശ്വാസം സൂക്ഷിക്കുന്നതാണ് നമ്മളൊരു വിചാരം. അതന്നെ വണ്ടി മോഡിഫിക്കേഷനെ പറ്റിയിട്ട് പറഞ്ഞത് അത് നല്ലതല്ലേ. ഇപ്പോഴത്തെ വരുന്ന തലമുറയ്ക്ക് പഠിക്കാനാണെങ്കിലും പിന്നെ പോക്കറ്റ് മണി ആയിട്ട് അവർക്ക് പൈസ കിട്ടുന്ന നല്ലൊരു തന്നെയല്ലേ. മാറ്റങ്ങളാരപ്പോൾ നമ്മളെ ഈ കച്ചവടമൊക്കെ ബുദ്ധിമുട്ടാണ്, പോലീസുകാരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ മാറ്റം വരുന്നൊക്കെയാണ്. മാറ്റങ്ങൾ എന്തെല്ലാം വരുത്താൻ കഴിയുമോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ മാറ്റങ്ങളും ഒരു വരുത്തിക്കോട്ടെ. അങ്ങനല്ലേ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുള്ളൂ. ജനങ്ങൾക്ക് ഉപകാരത്തിനാണല്ലോ ഒരു വന്നത്. അപ്പോൾ ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉപകാരപ്രദമാവും അത് ഒരു കണ്ടിട്ട് അതിനനുസരിച്ച് ചെയ്യാം, ഉപദ്രവിക്കരുത്. ഈ വോട്ട് ചെയ്യാത്ത ആളുകൾ ഉപദ്രവിക്കാത്ത കുളത്തിൽ നല്ല ഭരണം കാഴ്ചക്കാരിൽ വളരെ സുഖസുന്ദരമായിട്ട് അങ്ങോട്ട് പോയിക്കോളാം.